ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും മുസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS 2024 പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, ഓൺലൈൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം വന്നിരിക്കുന്ന വേക്കൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നേക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന തീയതി നാളെയാണ്. 23/12/2024 സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ലിസ്റ്റ് ഉള്ളതും പിന്നെ വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. എപ്പോഴാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസായി വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണണമെങ്കിൽ ഇതുപോലത്തെ എല്ലാ LBS അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒഴിവുള്ള സീറ്റിലേക്ക് വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. നാളെയാണ് നടക്കുന്നത്. ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും രാവിലെ 11 മണിക്ക് മുൻപായി LBS ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത്, അതായത് ഓഫ്ലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ ലഭിച്ചിട്ടുണ്ട്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ NOC നിർബന്ധമാണ്. നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നേടിയവർ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട്. പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ LBS സബ് സെൻറ്ററിൽ വെച്ച്, അതായത് എവിടെ വെച്ചാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അവിടെ ഓൺലൈനായിട്ട് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ടോക്കൺ പേയ്മെൻറ്റ് അടച്ചാൽ പിന്നീട് റീഫണ്ട് ചെയ്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് പാരാമെഡിക്കൽ കോഴ്സിലെ പ്രവേശന കട്ട് ഓഫ് തീയതി 24/12/2024 അതായത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതിനാൽ 24/12/2024 തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് 23-ാം തീയതി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പിറ്റേ ദിവസം തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഇത് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണെങ്കിലും അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് അവിടെ ചെന്ന് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വേക്കൻസി ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. എല്ലാ കോളേജിലും വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ മാത്രം വച്ചാലും മതി. കാരണം ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഏത് കോളേജിലാണ് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വയ്ക്കുന്ന കോളേജിൽ ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിൽ പോയി പഠിക്കേണ്ടി വരും. അങ്ങനെ വച്ച കോളേജ് ഇഷ്ടപ്പെടാത്ത കോളേജ് ഉണ്ട്, അത് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് കാണത്തില്ല. അപ്പോൾ മാക്സിമം താല്പര്യമുള്ള കോളേജിൽ വയ്ക്കുക. അപ്പോൾ ഏത് കോളേജിൽ കിട്ടിയാലും പോയി പഠിക്കേണ്ടതാണ്. പിന്നീട് ഒരു അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കൂടുതൽ പേരും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് കോളേജിലും ലഭിച്ചാൽ മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഏത് കോളേജിൽ വെച്ചാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പോയി ജോയിൻ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2024-25 അധ്യയന വർഷത്തെ BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രം സർക്കാർ ശാസ്ത്രീയ കോളേജിൽ ഒഴിവുള്ള സീറ്റുകൾക്കാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്ക് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ രാവിലെ 11 മണിക്ക് മുൻപായി നേരിട്ട് ഹാജരായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ 11 മണിക്ക് മുമ്പായി ചെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും രാവിലെ 10 മണിക്കെങ്കിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എത്തേണ്ടതാണ്. 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. എല്ലാ ജില്ലയിലും ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിലെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. ഏത് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്നാലും ഏത് കോളേജും കോഴ്സും വയ്ക്കാൻ സാധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അടുത്തുള്ള ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ ചെന്നാൽ മതി. അവിടെ നിന്ന് ഏത് കോളേജിലും ഏത് കോഴ്സിലും ഏത് ജില്ലയിലുള്ളതിലും വയ്ക്കാൻ സാധിക്കുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. പിന്നെ മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ NOC നിർബന്ധമാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ NOC നിർബന്ധമാണ്. അതായത് മുൻ അലോട്ട്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് NOC നിർബന്ധമാണ്. സർക്കാർ കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിർബന്ധമല്ല, NOCയുടെ ആവശ്യമില്ല. പിന്നീട് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 24-നകം കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. കോളേജിൽ പ്രവേശനത്തിന് അവസാന തീയതി December 24-ാണ്. അതിനാൽ കോളേജിൽ പ്രവേശനത്തിന് യാതൊരു കാരണവശാലും സമയം നീട്ടിവെക്കുന്നതല്ല. കാരണം 24-ാം തീയതി കഴിഞ്ഞ് ഡേറ്റ് നീട്ടിവെക്കുന്നില്ല. കാരണം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കട്ട് ഓഫ് തീയതി 24-ാം തീയതി വരെയെന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിയുക. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും അന്ന് 24-ാം തീയതി തന്നെ പോയി ജോയിൻ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കുന്ന ടോക്കൺ പേയ്മെൻറ്റ് പിന്നീട് റീഫണ്ട് കിട്ടത്തില്ല. പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ വെച്ചാണ് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്, ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത്. അങ്ങനെയുള്ള ടോക്കൺ പേയ്മെൻറ്റ് റീഫണ്ടായി കിട്ടത്തില്ലെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. പിന്നീട് വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതെല്ലാം വിദ്യാർത്ഥികൾ ഡൗൺലോഡ് സെലക്ട് ചെയ്താൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്താൽ ഇതുപോലത്തെ ഒരു PDF വരുന്നതാണ്. അതിൽ പറയുന്നത് വേക്കൻസി സീറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ 11 മണിക്ക് മുമ്പായി എത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം വരുന്ന വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ NOC നിർബന്ധമാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് NOC നിർബന്ധമാണ്. മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ്
NOC നിർബന്ധം. ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളാണ് NOCയുടെ ആവശ്യമില്ല. അതോടൊപ്പം ഒഴിവുള്ള സീറ്റിലെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും അതുപോലെ സബ് സെൻറ്ററിലും നൽകിയിട്ടുണ്ട്. പിന്നീട് പറയുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നവരുടെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. റിസർവേഷൻ കാറ്റഗറി അനുസരിച്ചായിരിക്കത്തില്ല. പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീമെൻറ്റ് എടുക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ടോക്കൺ ഫീമെൻറ്റ് റീഫണ്ട് നൽകുന്നതിലെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. കാരണം ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാ സീറ്റും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. പിന്നീടും വേക്കൻ്റ് ആയ സീറ്റുകൾ വരികയാണെങ്കിൽ പാടാണ്. അതിനുശേഷം നിങ്ങൾ പെനാൽറ്റി ആയിട്ട് ഈ ടോക്കൺ ഫീമെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ടോക്കൺ ഫീമെൻറ്റ് റീഫണ്ട് തരാത്തത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിന് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥിനാണെങ്കിൽ, അതായത് ടോക്കൺ ഫീമെൻറ്റ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 25,000 രൂപയാണ് അടയ്ക്കേണ്ടത്. SC ST OEC ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ 1000 രൂപയും മറ്റ് ജനറൽ കാറ്റഗറിക്ക് 25,000 രൂപയാണ് അടയ്ക്കേണ്ടത്. LBS വെബ്സൈറ്റിൽ ഓൺലൈനാണ് അടയ്ക്കേണ്ടതെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 24-ാം തീയതിക്ക് മുമ്പായി കോളേജിൽ ജോയിൻ ചെയ്യണം. അതിനുശേഷം ഡേറ്റ് നീട്ടി വയ്ക്കുന്നതല്ല, 24-ാം തീയതി മുമ്പായി കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. പിന്നീട് ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ കാണും. ചിലപ്പോൾ ദൂരെയായിരിക്കും, അല്ലെങ്കിൽ വരാൻ പറ്റാത്ത സാധ്യതയുണ്ട്. പേരൻസ് ആണ് പോകണമെങ്കിൽ ANSWER 6 പ്രകാരമുള്ള ഒരു ഓർഡർ ഫോമുണ്ട്. അത് ഈ പേജിൻ്റെ 3-ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ടതാണ്. അപേക്ഷാർത്ഥികൾ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളില്ലെങ്കിൽ പേരൻസ് ആണ് പോകണമെങ്കിൽ ഈ ഫോം തീർച്ചയായിട്ടും ഫില്ല് ചെയ്തുകൊണ്ട് പോകണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് 13 ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. ഒന്നാമതായി തിരുവനന്തപുരം, കൊല്ലം, അടൂർ, ആലപ്പുഴ, പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഈ ഏത് ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ചെന്നാലും ഏത് ഡിസ്ട്രിക്റ്റുള്ള കോളേജിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി വിഷമിക്കേണ്ട. അവരുടെ ജില്ലയിൽ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്റർ ഇല്ലെങ്കിലും ഏറ്റവും അടുത്തുള്ള ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ മതി. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥികളും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നീട് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേക്കൻസി ലിസ്റ്റ് ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓൺ 23/12/2024 നൽകിയിട്ടുണ്ട്. വേക്കൻസി ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ 3 കോളേജാണ് നൽകിയിട്ടുള്ളത്. അത് BSc മെഡിക്കൽ ബയോ കെമിസ്ട്രിക്ക് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴിക്കോട് 9 സീറ്റും, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്ററും അവിടെ 7 സീറ്റും, പിന്നീട് ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ 12 സീറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടോട്ടൽ ഇത്രയും വേക്കൻസിയാണ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതോടൊപ്പം ഇനി ഏതെങ്കിലും കോളേജുകൾ ഇനിയും വേക്കൻറ്റ് വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ നൽകുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും 11 മണിക്ക് മുൻപായി ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ചെല്ലേണ്ടതാണ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടത് നിലവിൽ ഒരു ഡോക്യുമെൻറ്റ്സിന് ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടത് നല്ലതായിരിക്കും. പിന്നീട് വേറെ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് വെബ്സൈറ്റിൽ പറയുന്നില്ല. ഇതിന് ടോക്കൺ പേയ്മെൻറ്റ് ഓൺലൈനാണ് അടയ്ക്കേണ്ടത്. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 1000 രൂപയും മറ്റ് കാറ്റഗറിയാണ് 25,000 രൂപയാണെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ മതി, റിപ്ലൈ ആയിട്ട് തരുന്നതാണ്. പിന്നീട് ഈ ഫോമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റിക്കായിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. കൂടുതൽ വിവരം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക്